നമസ്കാരം. നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ 2 അധ്യാപകരെ MDMA, അതായത് സിന്തറ്റിക് ലഹരി പദാർത്ഥം വിൽപ്പന നടത്തി എന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. അധ്യാപക വൃത്തിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കിയ ഈ സംഭവം കേവലം ഒരു കുറ്റകൃത്യം എന്നതിനപ്പുറം ദാർശനികവും സാമൂഹികവുമായ ചില തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒരേ സമയം ലഹരി വിരുദ്ധ സന്ദേശം നടത്തുകയും ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിലൊരു ധാർമ്മികമായ വൈരുദ്ധ്യം നാം കാണുന്നുണ്ട്. മൂല്യബോധങ്ങൾ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, ലഹരി വിരുദ്ധ സന്ദേശം നടത്തുന്നുണ്ട്, അപ്പോൾ തന്നെ ലഹരി കച്ചവടം നടത്തുകയും ചെയ്യുന്നതിൽ ധാർമ്മികമായ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറിവ് ഉണ്ടായതുകൊണ്ട് ധാർമ്മികത ഉണ്ടാവണമെന്നില്ല എന്നത് എൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു തൃഷ്ണയും ഉപഭോഗ സംസ്കാരവും മൂല്യബോധത്തെ കീഴ്പ്പെടുത്തി എന്ന് വേണം അനുമാനിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കാനുള്ള ആ തത്രപ്പാട്, ആ സ്വാർത്ഥ താല്പര്യം മൂല്യബോധങ്ങളെ കീഴ്പ്പെടുത്തി എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, അത് സമൂഹത്തിനോടുള്ള സാമൂഹിക പ്രതിബദ്ധതയും വരും തലമുറയോടുള്ള ഉത്തരവാദിത്വവും ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് നാം ഇവിടെ കണ്ടത്. വളരെ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, അധ്യാപകർ സമൂഹത്തിന് മാതൃക ആകേണ്ടവനാണ്. കാലാകാലങ്ങളിൽ പരമ്പരാഗതമായ ഭാരതീയ ദർശനങ്ങൾ ഒക്കെ തന്നെ ഗുരു ദൈവത്തിന് തുല്യമായിട്ടുള്ള ആൾക്കാരാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെ, ആ ഒരു സങ്കല്പത്തെയാണ് ഇത് അണ്ടർമൈൻ ചെയ്തത്. അത് ധാർമ്മികവും സാംസ്കാരികവും സാമൂഹികവുമായി വഴികാട്ടി ആകേണ്ടവരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കോൺസെപ്റ്റിനെയും, നമ്മുടെ ഭാരതീയ ദർശനങ്ങളെല്ലാം തന്നെ അത് തകിടം മറച്ചു കളഞ്ഞു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അതുമാത്രമല്ല, അധ്യാപനം പോലുള്ള മാന്യമായ തൊഴിലിനെയും വിദ്യാഭ്യാസ സ്ഥാപനം പോലുള്ള പവിത്രമായ തൊഴിലിടങ്ങളും ഒക്കെ സവിശേഷ മറയായി ഈ ക്രിമിനലുകൾ ഉപയോഗിക്കുന്നു എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് പൊതുസ്ഥാപനത്തിലുള്ള ജനങ്ങളിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടും. 100%. നമ്മൾ ഇതൊരു സർക്കാർ വിദ്യാലയത്തിലാണ് നടന്നിട്ടുള്ളതും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ലഹരിയുടെ വ്യാപനശേഷി കഞ്ചാവിൽ നിന്നും MDMAയിലേക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു MDMAയിൽ എത്തി നിൽക്കുമ്പോൾ അത് അത്തരത്തിൽ ആ ഒരവസ്ഥയിലേക്ക് വളർന്നു കഴിഞ്ഞു ലഹരി മാഫിയ എന്നുള്ളത്. അതിലേക്കൊക്കെ അത് മാത്രമല്ല, അത് പ്രായഭേദമെന്നേ, ലിംഗഭേദമെന്നേ, സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ അധ്യാപകനെന്നോ ഡോക്ടറെന്നോ ഇല്ലാതെ സകൃസ്ത മേഖലകളിലും വേരുകളാഴ്ത്തി ലഹരി മാഫിയ എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ MDMA കച്ചവടത്തിൽ കൊല്ലത്തുള്ളൊരു ഡോക്ടർ തലശ്ശേരി ആശുപത്രിയിൽ വെച്ച് MDMA കച്ചവടം നടത്തി എന്ന ഒരു വിവരവും നമ്മൾ ഇതിനകം കേട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് അധ്യാപക നിയമനം, അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടങ്ങൾ, സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ കൂടുതൽ ജാഗ്രത അതിലെല്ലാം തന്നെ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
മാത്രമല്ല നിയമപരമായ ശിക്ഷ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു സംഗതി അല്ല ഇത്. വിദ്യാഭ്യാസം കേവലം വിവരശേഖരണത്തിനപ്പുറം വ്യക്തികളിൽ അടിയുറച്ച മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും വളർത്താൻ പ്രാപ്തമാണോ എന്ന് സമൂഹം ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണിത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തലമുറയെ മുഴുവൻ ലഹരി വിഴുങ്ങും, ഡോർമെൻ്റ് ആവും. ഒരു തലമുറയുടെ ക്രിയാത്മകതയെ നിർവീര്യമാക്കും ഈ ലഹരി മാഫിയകളെല്ലാം തന്നെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണ് 20-ാം നൂറ്റാണ്ട് അങ്ങനത്തെ സിനിമകളൊക്കെ ഒരു മോറൽ, അതേപോലെ തന്നെ കുറേ സിനിമകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞുങ്ങളെ ലഹരി കച്ചവടം നടത്തരുത്. ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടായിരുന്നു ഇതേപോലെ, പേര് ഞാൻ മറന്നു, ഡോൺ എന്നോ മറ്റേ, അത് അണ്ടർവേൾഡ് ഡോഗ്സിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നുണ്ട് അവർ എന്ത് കച്ചവടം നടത്തും, പക്ഷെ ലഹരി കച്ചവടം നടത്തും, ഒരു തലമുറയെ നിശേഷം നിർവീര്യമാക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ ഭാഗമാവില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ അവർ പൊരുതുന്നുണ്ട്. വേറെ എന്ത് സ്മഗ്ലിങ് എല്ലാം നടത്തുന്നുണ്ട്, പക്ഷെ ലഹരി കച്ചവടം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്നൊക്കെ അത്രയും ഒരു അണ്ടർവേൾഡ് ഡോഗ്സ് വരെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അധ്യാപകർ വരെ ലഹരി കച്ചവടം നടത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞു. അതുപോലെ നിസ്സാരമായി നമുക്ക് കണ്ടുകൂടാ, നമുക്ക് പേടിയാവുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടി അധ്യാപകർ തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഹരി കൊടുക്കുക എന്നൊരവസ്ഥയിൽ എത്തിച്ചേരുക. ഒന്നുകിൽ അവർ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാവും, അവരുടെ സെപ്പറേറ്റഡ് ആണ് അവരുടെ ജീവിതമൊക്കെ. അപ്പോൾ അവർ ഇൻഡിവിജ്വലിസത്തിലേക്ക് പോവുകയാണ്. അവിടെ അധ്യാപക വൃത്തിയെ വെറും ഒരു പൈസ സമാഹരിക്കുകയല്ല, അക്യുമുലേറ്റ് ചെയ്യാൻ, വെൽത്ത് അക്യുമുലേഷന് വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം ആ ജോലി അവർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അവർക്ക് വലിയ രീതിയിൽ ധനം സമ്പാദിക്കാൻ വേണ്ടി മാന്യമായ ഒരു ജോലി, അതായത് അധ്യാപക വൃത്തി അല്ലെങ്കിൽ ആ വേഷം അവർ കെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു സമൂഹത്തെ വഞ്ചിക്കാനായിട്ട് യാതൊരുവിധ സന്ദേഹങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അധ്യാപകരും എത്തിക്കഴിഞ്ഞു. കായിക അധ്യാപകരാണ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്നാണ് പറയുന്നത്. അവരാണ് കുട്ടികളുമായി കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർക്ക്. അവർക്ക് കുട്ടികളെ സ്വാധീനിക്കുക ഫ്രണ്ട്സാണ്. ദേ ആർ മോർ ഫ്രണ്ട്സ് ദാൻ ഇൻസ്ട്രക്ടർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൽ തിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് അവർ ഒരുമിച്ച് ടൂർ പോവുകയും ടൂർ വെച്ചാൽ ഈ സ്പോർട്സിനൊക്കെ ഉണ്ടാവും, ടൂർണമെൻറ്റിനൊക്കെ പോകുമ്പോൾ അവർ തിക്ക് ഫ്രണ്ട്സായിട്ടാണ് പോവുക. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ജമ്മുണ്ടെങ്കിൽ ഒറ്റ കൊടുക്കില്ല, അത് ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം അവർക്ക് ഒരു മായിക ലോകത്താണല്ലോ അവർ. അപ്പോൾ അത് അവർക്ക് സപ്ലൈ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ കായിക അധ്യാപകരെ തെരഞ്ഞു പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് എത്ര കണ്ട് വിദ്യാലയങ്ങളിൽ ഈ കായികാധ്യാപകരും വഴി ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി മറ്റ് സബ്ജക്റ്റ് ടീച്ചേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നറിയില്ല, കാരണം ഡോക്ടർ ഇതിൻ്റെ ഭാഗമായ സ്ഥിതിക്ക്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചെഴുത്ത് നടത്തണം വിദ്യാഭ്യാസ മേഖല. മാത്സര്യം അല്ല അധ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം ക്യാരക്ടർ ഫോർമേഷനാണ് എന്ന് അധികൃതർ ഇനിയും തിരിച്ചറിയണം. മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി വിടുന്നതല്ല. അതൊക്കെ കുട്ടികൾക്ക് ആർജിച്ചെടുക്കാം. ഫോർമേറ്റീവ് പീരീഡിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ എന്ന് അധികൃതർ മനസ്സിലാക്കിയാൽ ഈ പോക്ക് തടയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് നമ്മുടെ തലമുറയോട് കാണിക്കുന്ന അനീതിയായിരിക്കും, സമൂഹത്തിന് വലിയൊരു വിപത്താണ്, ഭീഷണിയാണ്. നന്ദി, നമസ്കാരം.